ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് ഞാനൊരു ടൈനി ക്ലേ ഹൗസ് ആണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. ഞാനിവിടെ എയർ ഡ്രൈ ക്ലേ ആണ് യൂസ് ചെയ്തേക്കുന്നത്. ഫസ്റ്റ് ക്ലേ എടുത്തിട്ട് നന്നായിട്ടൊന്ന് സ്മൂത്ത് ചെയ്തിട്ട് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലാക്കാം. അത് കഴിഞ്ഞിട്ട് ഒരു ബ്ലേഡ് യൂസ് ചെയ്തിട്ട് ഹൗസിൻ്റെ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. പിന്നെ കട്ട് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ, നല്ല മൂർച്ചയുള്ള ബ്ലേഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ കൈ മുറിയാൻ ചാൻസ് ഉണ്ട്. എൻ്റെ കൈയൊന്ന് മുറിഞ്ഞായിരുന്നു. അത് കഴിഞ്ഞ് ഞാനിപ്പോൾ ആ ബ്ലേഡ് യൂസ് ചെയ്തിട്ട് തന്നെ അതിൻ്റെ റൂഫും ഡോറും വിൻഡോസൊക്കെ ഒന്ന് കാർവ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് ഉള്ളിലേക്ക് ആക്കി കട്ട് ചെയ്യരുത്, ജസ്റ്റ് ഒന്ന് മേളിൽ കൂടി ഒന്ന് കാർവ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. വിൻഡോയും ഡോറൊക്കെ കാർവ് ചെയ്യുന്ന ടൈമിൽ കുറച്ച് ക്ലേ അവിടെ നിന്ന് എടുത്ത് മാറ്റിയിട്ടൊന്ന് സ്മൂത്ത് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ അകത്തേക്ക് ഇരിക്കുന്ന പോലത്തെ ഒരു എഫക്റ്റ് കിട്ടും കേട്ടോ. അതുപോലെ തന്നെ ഞാൻ അവിടെ ഒരു ഹാർട്ട് പ്ലേസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഹാർട്ട് പ്ലേസ് ചെയ്യണമെങ്കിൽ മുന്നേ ജസ്റ്റ് ഒന്ന് കാർവ് ചെയ്തിട്ട് ഹാർട്ട് പ്ലേസ് ചെയ്യുവാണെങ്കിൽ ഡ്രൈ ആയിരിക്കുന്ന ടൈമിൽ അതുകൊണ്ട് പറഞ്ഞു പോരില്ല. ഇപ്പോൾ പറഞ്ഞു പോന്നാലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഫെവിക്കോളൊക്കെ ഒട്ടിച്ചോടെ സെറ്റാക്കാന്നേ. ഇപ്പം നമ്മുടെ ക്ലേ ഹൗസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിനകത്ത് പെയിൻ്റ് ഒക്കെ അടിക്കണം. 24 hours കഴിഞ്ഞാൽ ഇത് സെറ്റ് ആവുള്ളൂ. എയർ ഡ്രൈ ക്ലേ ആയതുകൊണ്ട് അത്രയും ടൈം എടുക്കും കേട്ടോ. ഇപ്പോൾ ഹൗസിന് ഞാനൊരു റോസ് കളറാണ് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ റെഡിൽ വൈറ്റും കൂടി മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഇതിലടിക്കുന്നത്. ഞാൻ ഡോറിലും വിൻഡോയിലൊക്കെ ബ്രൗൺ കളറാണ് കേട്ടോ കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ ഒരു ക്യൂട്ട് ഹൗസ് ആണല്ലോ, അപ്പോൾ നമുക്ക് മേളത്തെ റൂഫിനൊരു ബ്ലൂ കളർ കൊടുക്കാം കേട്ടോ. ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡാണ് കൊടുക്കുന്നത്. അപ്പോൾ വൈറ്റും ബ്ലൂവും കൂടി മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ കൊടുക്കുന്നത്. ഹാർട്ടിന് ഞാനിവിടെ ഒരു ഡാർക്ക് പിങ്ക് കളറാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പം നമ്മുടെ ടൈനി ക്ലേ ഹൗസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ ഓർത്തത് കുറച്ചും കൂടി ഒന്ന് ലൈറ്റർ ആക്കിയാലോ എന്ന് അതിൻ്റെ പെയിൻറ്റ്. അപ്പം ഞാൻ കുറച്ച് വൈറ്റും കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ റോസിൻ്റെ മേളിൽ കൂടി. അപ്പോൾ കുറച്ചുകൂടി ഭംഗിയായ പോലെ എനിക്ക് തോന്നി. നിങ്ങൾക്ക് എന്താ തോന്നുന്നത് എന്നുള്ളത് കമൻറ്റിൽ പറയാം കേട്ടോ. അപ്പോൾ വിൻഡോയുടെയും ഡോറിൻ്റെ ഒക്കെ ടൈനി ഡീറ്റെയിലിംഗ് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്ലേ ഹൗസ് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആവും കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ബ്ലാക്ക് യൂസ് ചെയ്തിട്ടാണ് ഡീറ്റെയിലിങ്സ് ഒക്കെ കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ക്ലേ ഹൗസിൻ്റെ പണി ഇവിടെ ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.